ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കട്ടെ. ഇന്ന് എൻ്റെ സാലറി ഡേറ്റും കൂടെയാണ്. പോണ സമയത്ത് ജെഫിൻ്റെ അവസ്ഥ ഇതായിരിക്കും. ജെഫി ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ബാഗും കുന്ത്രാമണ്ടികളൊക്കെ എടുത്തിട്ട് ഞാൻ പോകാൻ റെഡി ആയിട്ടോ. അപ്പോഴും ജെഫിക്ക് എന്താ സുഖം, ജെഫി കിടന്നുറക്കം തന്നെ. അങ്ങനെ ഉമ്മാനോടൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി. സാധാരണ ഞാൻ നേരം വൈകിയാണ് ഇറങ്ങാറ്. ഇന്ന് ഞാൻ കുറച്ചും കൂടെ ഒരു അരമണിക്കൂർ മുന്നാണ് ഞാൻ ഇറങ്ങിയേക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇന്ന് ജെഫിൻ്റെ ഒരു കസിൻ ഉണ്ട്. അപ്പോൾ അവളും കൂടെ ഉണ്ട്. അവൾ ഇന്ന് ക്ലാസ്സിന് വന്നിട്ട് അവളുടെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും അവളും സെയിം സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ പിന്നെ ഒന്നിച്ച് പോകാൻ ഓർത്തിട്ട് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണെന്ന്. ഇന്നിപ്പോൾ നേരത്തെ ഇറങ്ങിയോണ്ട് ബസ്സിൽ സീറ്റ് കിട്ടുമോ എന്നൊരു കാര്യത്തിലായിരുന്നു എനിക്കൊരു ടെൻഷൻ. അത്യാവശ്യം ലോങ് ഉള്ളതുകൊണ്ട് ഒന്ന് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അവിടെ വരെ കിടന്നുറങ്ങാലോ എന്ന്. പക്ഷെ എൻ്റെ മനസ്സ് പോലെ തന്നെ എനിക്ക് സീറ്റ് കിട്ടിയില്ല. എനിക്ക് ജോലി സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇനിയൊരു ബസ്സും കൂടെ കയറണം. നേരെ അവിടെ ക്ലാസ്സിലാക്കി ഞാൻ ബസ് കയറാമെന്ന് വിചാരിച്ചപ്പോൾ ബസ് വന്നിട്ടില്ല. അതുകൊണ്ട് എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇവിടെ നിന്ന് ആ മഴയുടെ സ്പീഡിൽ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പയ്യെ കറക്റ്റ് ടൈമിൽ കൊടയൊന്നും ചൂടി കിടക്കണം. എനിക്ക് തീരെ ഇഷ്ടമല്ല. അവള് മഴ പെയ്തിട്ടേക്ക് കൊടയൂടെന്ന് പറഞ്ഞാണ്ട് എന്തായാലും കൊട നനഞ്ഞു. അതുകൊണ്ട് മാത്രം കൊട എടുക്കണല്ലേ. ഞാൻ കൊട എടുക്കൊന്നുമില്ല. എനിക്ക് ഈ ചാറ്റൽ മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ വന്ന് കുറച്ചെത്തിയപ്പോഴേക്കും ഇവിടെ ടേബിളും ഉണ്ടായിരുന്ന കുറച്ച് വർക്കുകളൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത വർക്കുകൾ നോക്കണം. അപ്പം അതിനിടയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്കെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാണ്ട് പറ്റൂല. നമുക്ക് എങ്ങനെ വന്നാലും വീഡിയോ എടുക്കണം. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ 8:30 ഇന്ന് ഞാൻ 8 മണിക്ക് ഇറങ്ങി. 8 മണിക്ക് മുന്നേ ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ രാത്രി വീട്ടിലെത്തുമ്പോൾ എങ്ങനെ വന്നാലും 8:30 9 മണിയൊക്കെ ആവും വീട്ടിലെത്തുമ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒന്നും പോസ്റ്റ് ചെയ്യാനായാലും ഒന്നിനായാലും ഇപ്പോൾ സമയം കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പം എൻ്റെ. അപ്പം അതുകൊണ്ട് എങ്ങനെ വീഡിയോ ചെയ്യണം എന്നറിയില്ല. ഇപ്പോൾ ഇന്നത്തെയും കൂടെ കൂട്ടിയിട്ട് ഇന്നിപ്പോൾ രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് ഇപ്പോൾ ഒരു 130 വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യണം. പക്ഷേ എന്താ പറയുക, ഇപ്പോഴും ആകെ 1000 സംതിങ് ഫോളോവേഴ്സ് എനിക്കായിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഒരൊറ്റ വീഡിയോ ക്ലിക്ക് അതിൻ്റെ പേര് മാത്രമാണ് എനിക്ക് അത്ര സബ്സ്ക്രൈബ് കയറിയത്. അല്ലെങ്കിൽ 1000 പോലും ഉണ്ടാവില്ലായിരുന്നു. നോമ്പ് ലാസ്റ്റ് ആയപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയത് കേട്ടോ. അന്ന് തൊട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടേ, ഡെയിലി അപ്ലോഡ് ചെയ്യും. ഒരു ദിവസം പോലും ഞാൻ മുടങ്ങിയിട്ടില്ല. പക്ഷെ എല്ലാവരും പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബ് കയറും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒന്നും എനിക്ക് കയറിയൊന്നുമില്ല. സബ്സ്ക്രൈബും കയറില്ല, വ്യൂസും കയറിയില്ല. അതെന്താണ്, കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റ് എൻ്റെ ഒരു വീഡിയോക്കും പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഇല്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒന്നും കയറാത്ത. അപ്പം ഞാനിങ്ങനെ അടക്കട്ടെ ആലോചിക്കും എന്തിനാണ് എന്ന് നിർത്തായിരുന്നു. അപ്പം അങ്ങനെ നിർത്തും. എല്ലാവരും പറയും ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം എങ്ങനെ വന്നാലും എന്തെങ്കിലും ഒരു ദിവസം സെറ്റ് ആവും. അങ്ങനെ വിചാരിച്ച് ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രതീക്ഷയില്ല. ആദ്യമൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടാ. എന്തെങ്കിലും ഞാനൊന്ന് ക്ലിക്ക് ആയാലോ എന്നായി. പക്ഷെ ഇപ്പം ആ ഒരു പ്രതീക്ഷയും കൈവിട്ട ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോഴെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും ഒന്നും ടൈമും കിട്ടണില്ല. അപ്പോൾ എന്നാലും എന്തെങ്കിലുമൊക്കെ കാട്ടി ഇങ്ങനെ വീഡിയോ തട്ടിക്കൂട്ടിയിടുക തന്നെ. സമയം ഉച്ചക്ക് 1 മണിയായിട്ടുണ്ട്. ഇപ്പം എൻ്റെ സാലറി ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സാലറി കിട്ടണതിന് മുന്നേ നമുക്ക് ഇങ്ങനെ കുറേ കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് ആകെ കുറച്ച് കാശ് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. ഇപ്പം സാലറി കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ പറയുക, ആ കാശി മാക്സിമം ചിലവാക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കണം, എനിക്കിപ്പോൾ ചിലവുകൾ കാര്യങ്ങൾ ഡ്രസ്സ് എടുക്കണം അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ. സാലറി കിട്ടണതിന് മുന്നേ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഈ കുറേ ഡ്രസ്സ് എടുക്കണം, എനിക്ക് ചെരുപ്പ് മേടിക്കണം, ബാഗ് മേടിക്കണം, പിന്നെന്താണ് കറങ്ങാൻ പോകണം, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാശ് കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ എന്താ പറയുക, എൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറി. കേട്ടിട്ടില്ലേ മനുഷ്യന്മാരെന്താ കാശ് കിട്ടി കഴിഞ്ഞാൽ മാറുമെന്ന് പറയില്ല. അതെ, എനിക്കിപ്പോൾ എന്താ പറയുക, കാശ് ഒന്നിന് ചിലവാക്കാനും തോന്നുന്നില്ല. ഡ്രസ്സും വേണ്ട, ഷൂവും വേണ്ട, ബാഗും വേണ്ട, ഒന്നും വേണ്ട എന്നാണ് എനിക്കിപ്പോൾ തോന്നണത്. ഇത് വീട്ടിലെത്തി നേരെ ജിമ്മിന് പോകാൻ പോകുന്നു. ഒരു 7 മണിക്കുള്ള തുടങ്ങാം. ഇന്നിപ്പോൾ 7 മണി കഴിഞ്ഞ്. 7 to 8:30 നമ്മളെ സ്കൂട്ടർ കേടായിരുന്നു. അപ്പം അത് വർക്ക്ഷോപ്പിൽ നിന്ന് മേടിക്കാൻ വേണ്ടി പോവാണ്. എനിക്കിപ്പോൾ ജിമ്മിന് പോകണ കാരണം രാത്രി നടക്കൂല. അതുകൊണ്ട് അത് ആദ്യം മേടിക്കണം. വണ്ടി എവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് ചെയ്തപ്പോഴേക്കും ആകെ ക്ഷീണിച്ച്. കുറേ നാളത്തിട്ടല്ലേ ശരീരമൊക്കെ ഒന്നനങ്ങണം. കുറച്ച് നേരം ഇവിടെ കിടന്നാലോ എന്നാലോചിക്കാം.